ആദ്യം തന്നെ സ്റ്റൈലസ് ഉണ്ടാക്കാൻ നമുക്കൊരു പേനയുടെ ഔട്ടർ കവർ, ചെറിയൊരു വയറ് കഷ്ണം, കോട്ടൺ, അതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. ഈ വയറ് കട്ട് ചെയ്ത് അതിൽ നിന്നൊരു ചെറിയ കമ്പി മാത്രം എടുത്താൽ മതി. ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രം മതി സ്റ്റൈലസ് ഉണ്ടാക്കാൻ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പെന്നിന്റെ കവറിലേക്ക് ഇതുപോലെ ആ കമ്പി സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് ആ കമ്പി ആ പെന്നിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഊരി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ആ കമ്പി ആ പെന്നിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോട്ടൺ, ആ പഞ്ഞി എടുത്തിട്ട് നമ്മൾ ആ പെന്നിന്റെ ടിപ്പിലേക്ക് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ലതുപോലെ ടൈറ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റൈലസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് അകത്തേക്ക് കയറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം ചെറുതായിട്ട് ആ കോട്ടണിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നനയ്ക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒരു ടിപ്പ് പോലെ ഷേപ്പ് ആക്കി എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ആ ടിപ്പ് നല്ലപോലെ കട്ട് ചെയ്തെടുത്താലേ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ലെറ്റേഴ്സ് സ്പ്രെഡ് ആകാനും തിക്നെസ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. ഏകദേശം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. വർക്ക് ആവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ടച്ച് സ്ക്രീനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ടച്ച് സ്ക്രീൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തേത് റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻ, രണ്ടാമത്തേത് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ. ഈ റെസിസ്റ്റീവ് ടച്ച് സ്ക്രീനിന് രണ്ട് തിൻ കണ്ടക്ടിങ് ലെയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ലെയേഴ്സ് വളരെ ചെറുതായിട്ടുള്ള ഒരു ഗ്യാപ്പിൽ സെപ്പറേറ്റ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെന്റിന്റെ പേര് സ്പേസസ് എന്നാണ്. നമ്മൾ ഈ ടച്ച് സ്ക്രീനിന്റെ എവിടെയെങ്കിലും തൊട്ട് കഴിയുമ്പോൾ ആ വിരൽ കൊടുക്കുന്ന ആ ഒരു പ്രഷർ കാരണം ഈ രണ്ട് ലെയേഴ്സും തമ്മിൽ കോണ്ടാക്ട് ആകുകയും, ഇങ്ങനെ കോണ്ടാക്ട് ആകുന്നത് എവിടെയാണെന്ന്
എന്നുള്ളത് ഒരു ഡിറ്റക്ടിംഗ് സർക്യൂട്ട് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. ഈ റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ വന്നിരുന്ന മൊബൈലിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ മൊബൈലുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ടച്ച് സ്ക്രീൻ വർക്ക് ആകണമെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് തന്നെ നമുക്ക് തൊടേണ്ടി വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനെ കുറിച്ചാണ്. ഈ കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിൽ ഒരു സിംഗിൾ ലെയറിന്റെ പുറത്ത് ഒരു ഗ്രിഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്രിഡ് ഫോം ചെയ്തിരിക്കുന്നത് കണ്ടക്ടിംഗ് ലൈൻസ് ആൻഡ് സെൻസിംഗ് ലൈൻസ് ഉപയോഗിച്ചാണ്. ഈ ലൈൻസ് വഴി കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രിഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ഹ്യൂമൻ സ്കിന്നിനെ ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ ടച്ച് സ്ക്രീനിന്റെ പുറത്ത് തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ സ്കിന്ന് വഴി ഇലക്ട്രിക് ചാർജ് ഡിസ്ചാർജ് ആവുകയും ഇത് ആ ഗ്രിഡിൽ ഫോം ആയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ആ ടച്ച് സ്ക്രീനിന്റെ എവിടെയാണ് ഈ ഫീൽഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്നതെന്ന് ഒരു ഡിറ്റക്ടിംഗ് സർക്യൂട്ട് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഫെദർ ടച്ച് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻസിന്. ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് ഞാനിപ്പോൾ സ്റ്റൈലസ് ഉണ്ടാക്കാനും ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു ഇതിലൊരു കണ്ടക്ടിങ് കോപ്പർ വയർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റൈലസ് ഉപയോഗിക്കുന്ന സമയത്ത് ആ കോപ്പർ വയറിൽ ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആ സ്കിന്നിലുള്ള ഇലക്ട്രിക് ചാർജ് ഈ കണ്ടക്ടിങ് വയർ വഴിയാണ് സ്ക്രീനിലേക്ക് പാസ് ആകാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഈ കോപ്പർ വയർ വെച്ച് സ്ക്രീനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ അതിന്റെ എഡ്ജിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചത്. പക്ഷേ കോട്ടൺ ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ ചാർജ് അതിൽ നിന്ന് സ്ക്രീനിലേക്ക് കടന്നു പോവുകയില്ല. അതുകൊണ്ടാണ് ആ കോട്ടൺ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കണ്ടക്ടിവിറ്റി നടക്കും. ഇപ്പൊ ഇതിൽ നടന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലിരുന്ന് ആദ്യം കോപ്പർ വയറിലേക്കും കോപ്പർ വയറിൽ നിന്ന് നനഞ്ഞിരിക്കുന്ന കോട്ടണിലേക്കും ആ കോട്ടണിൽ നിന്ന് സ്ക്രീനിലേക്കുമാണ് ഇലക്ട്രിക് ചാർജ് പാസ്സാകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.